ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലത്തെ കാലാവസ്ഥ വെച്ച് നോക്കിയപ്പോൾ ഞാൻ കരുതി ഇനി ഇവിടെ മഴയെ പെയ്യത്തില്ലെന്ന്. പക്ഷേ ഇന്ന് നല്ല മഴയാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് മഴ തുടങ്ങിയതാണ്. അപ്പോൾ കാശി സ്കൂളിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് വെളിയിലിരിക്കുവാണ്. കുറേ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണം. അച്ഛനെ ഇനിയും ബെൻസറിയിൽ നിന്ന് മാറ്റി നമ്മൾ മെഡിസിറ്റിയിലൊന്നിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ബെൻസറി പോയിട്ട് കുറവൊന്നുമില്ല. അച്ഛൻ എന്താണെന്ന് വെച്ചാൽ അച്ഛന് കാഴ്ച മങ്ങുകയും തലവേദനയും പിന്നെ തലയ്ക്കകത്ത് വേദനയാണ് കേട്ടോ. നമ്മുടെ സാധാരണ തലവേദന പോലല്ല, തലയുടെ മുകളിലായിട്ടാണ് അച്ഛൻ വേദന പറയുന്നത്. അത് കണ്ടപ്പോൾ നമുക്കൊരു പേടിയായിരുന്നു. അങ്ങനെ MRI സ്കാനൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞത് അച്ഛൻ്റെ തലയിൽ നിന്ന് കണ്ണിലോട്ട് വരുന്നൊരു ഞരമ്പിന് സ്ട്രോക്ക് വന്നതാണ്. അതുകൊണ്ടാണ് മങ്ങലുണ്ടായതെന്നും അതിനെയും മരുന്നൊക്കെ കഴിച്ചാൽ മാത്രമേ അത് മാറത്തുള്ളൂ, തലവേദനയൊക്കെ മാറാനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അച്ഛന് പൂർണ്ണമായിട്ട് അത്ര കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നേ. അങ്ങനെ നമ്മൾ ഇനി ബെൻസീറിലോട്ട് പോകേണ്ട, മെഡിസിറ്റിയിലോട്ട് കൊണ്ട് കാണിക്കാമെന്ന് കരുതി അങ്ങനെ അച്ഛനെയും വിളിച്ചിട്ട് നമ്മൾ നേരെ മെഡിസിറ്റിയിലോട്ടാണ് വന്നത്. അപ്പം തലേന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 34ആയിരുന്നു ടോക്കൺ പറഞ്ഞിരുന്നത്. ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്തപ്പോൾ 4 ആയതേ ഉള്ളായിരുന്നു. പിന്നെ ടൈം അനുസരിച്ച് അവർ കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തുവായാലും നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷമാണ് അച്ഛനെ കയറി കാണാൻ പറ്റിയത്. അപ്പോൾ അവർ കയറുന്നതിന് മുമ്പായിട്ട് ശ്രീമോൻ ബഹളം വെച്ചപ്പം ഞാൻ ശ്രീമോൻ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും സ്നാക്സോ വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പം ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്യൂസ് വാങ്ങിക്കാനായിട്ട് നമ്മൾ നിൽക്കുവാണ്. നല്ല തിരക്കാണ്. അകത്തെ ക്യാൻറ്റീനിലാണ് നമ്മൾ കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അച്ഛൻ ഇരുന്നിടത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അച്ഛന് മുന്നോട്ട് എന്തുമായാലും കയറി കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. എന്നിട്ട് നമ്മൾ പുറത്ത് നിൽക്കുമായിരുന്നേ. അങ്ങനെ അവർ വന്നതിന് ശേഷം എന്ത് ഡോക്ടർ പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇത് നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ചേച്ചി അമ്മയെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുവാണ് എന്തുവായെന്ന് അറിയാനെ കൊണ്ട്. അപ്പോൾ ഒരു CT സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനുള്ള ടോക്കണും എടുത്തിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കയറി കണ്ടു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ MRI എടുത്തതിൽ നിന്ന് നല്ല മാറ്റമുണ്ട് അച്ഛൻ ഇപ്പോഴെന്ന് അവർ പറഞ്ഞു കേട്ടോ. എന്നുകൊണ്ട് പറഞ്ഞ് എല്ലാം പെട്ടെന്ന് മാറത്തില്ല, കുറേശ്ശേ മാറത്തുള്ളൂ, ഓരോരോ സ്റ്റെപ്പായിട്ടേ മരുന്നുകൾ തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നതിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പം അച്ഛനാണെങ്കിൽ ബാത്റൂമിലോട്ട് പോയേക്കുമായിരുന്നേ. അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ വെളിയിൽ നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇത്. ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്നാമത് എൻ്റെ ഫോൺ ചാർജും ഇല്ല, ഫോൺ ഓഫ് ആകാറായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് അച്ഛന് മരുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുവാണ്. കാശ് വരുന്നതിന് മുമ്പായിട്ട് വരണമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഹോസ്പിറ്റലുകാരുമില്ല. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ. അവിടുത്തെ നല്ല മിക്ക എല്ലാ ഹോസ്പിറ്റലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മെഡിസിറ്റി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആക്കിയെന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്രയും താമസം. ഭയങ്കര ആളുമായിരുന്നേ. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് കാശി ഓടി വന്നിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കാശിക്ക് കഴിക്കാനുള്ള ഫുഡാണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ വീഡിയോ പിറ്റേന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ. അപ്പം അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. രാത്രിയെല്ലാം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ജോലിയെല്ലാം ഒതുക്കി വെച്ചാൽ പരിപാലനങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം കാശിയും പോയി ഏട്ടനും പോയതിന് ശേഷമാണ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ചിട്ട് ഇന്നങ്ങ് തൂത്ത് തുടച്ചിടാമെന്ന് കരുതി. കഴിഞ്ഞ വീഡിയോസിൻ്റെ അകത്തിൽ ഞാൻ തൂക്കുന്ന വരെ കാണിച്ചുള്ളൂ, തുടയ്ക്കുന്ന ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഞാൻ ഇട്ട വീഡിയോയ്ക്കില്ല, അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോയ്ക്കകത്തിൽ ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടേക്കുവാണ്, ഇതൊക്കെ എന്തിനാണ് ഡാഷ് ഞങ്ങളെ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അതൊരു ചീത്തയായിരുന്നു വിളിച്ചത്. ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാറുമില്ല, എന്നെ ഇങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ്? അപ്പം ഇത് കാണണമെന്നുള്ളവർ കണ്ടാൽ മതി, നമ്മൾ ആരെ നിർബന്ധിക്കുന്നില്ല. ഞാനാണെങ്കിൽ തംബ്ലൈനിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്ലീനിങ് വ്ലോഗ് ആണെന്നുള്ളത്. അപ്പോൾ അത് കാണണ്ടാത്തവർ കാണാതിരുന്നാൽ പോരെ, അത് സ്കിപ്പ് ചെയ്ത് കളയണം. അതിനുള്ള ഓപ്ഷൻ ഇല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ കാണുന്നത്. വേണ്ട, ഇഷ്ടമല്ലാത്ത ഒരാളുടെ വീഡിയോയോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമോ കണ്ടാൽ അത് നീക്കി കളയണം. നമ്മളതെടുത്ത് ഓപ്പൺ ചെയ്ത് വീഡിയോസ് എല്ലാം മൊത്തം കുത്തിയിരുന്ന് കണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നത് എന്തിനാണ്? അതിന് ഞാൻ റിപ്ലൈ കൊടുത്തപ്പം പറയുന്നു, ഇങ്ങനെയുള്ളവരെയും കൊണ്ട് ഇപ്പോൾ യൂട്യൂബ് തുറക്കാൻ വയ്യാന്ന്. എന്തിനാണ്? ആവശ്യമുള്ളത് കണ്ടാൽ മതി, ആവശ്യമില്ലാത്തത് കാണണ്ട. അപ്പോൾ തുറക്കാൻ വയ്യെങ്കിൽ തുറക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലതൊന്നും പറയാൻ അവരുടെ വായിന്ന് വരത്തില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയാനായിട്ട് അവരുടെയൊക്കെ നാക്ക് പൊങ്ങത്തുള്ളൂ. അപ്പം എന്നെ ചീത്ത വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാം എന്നുള്ള ഇതുകൊണ്ടൊന്നുമല്ല. എനിക്കിഷ്ടമല്ല ചീത്ത വിളിക്കുന്നതും, എനിക്കിഷ്ടമല്ല എന്നെ വിളിക്കുന്നതും ഇഷ്ടമല്ല, ഞാൻ വിളിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനെ വിളിക്കാറുമുള്ള ആളല്ല.
അതുകൊണ്ട് തന്നെ ആ പുള്ളി എനിക്ക് ആണാണോ പെണ്ണാണോ മെസ്സേജ് ഇട്ടേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ മെസ്സേജ് ഇട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഒരുമാതിരി ആയിപ്പോയി. ഞാനപ്പോൾ അത് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ അത് കാര്യമാക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ നെഗറ്റീവ് പറയാനും നമ്മളെ തളർത്താനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കാണുക, ഒന്നും നീ കാര്യമാക്കേണ്ടതാണ് എന്നോട് പറഞ്ഞത്. നല്ലത് പറയണ്ട, എന്തിനാണ് ഈ ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഇടുന്ന വീഡിയോ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ തമ്പലൈനിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തിനാണ് നമ്മുടെ വീഡിയോസ് ഇരുന്ന് കാണുന്നത്? കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? ചിലപ്പോൾ അവരുടെ ശീലം അതായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. പറയുന്നവർ പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ഈ ലോങ് വീഡിയോസൊക്കെ ഈ ക്ലീനിങ്ങിൻ്റെയും കുക്കിങ്ങിൻ്റെയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒത്തിരിയും പേര് നല്ല ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത്, ചേച്ചി വീഡിയോ ഇനി ഇടണം, ഈ ഡെയിലി വ്ളോഗ് അവർ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇടുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഒത്തിരിയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നല്ല. അപ്പം നല്ലൊരു കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ആ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരുപാട് നല്ല കമൻറ്റുകൾ കാണും, അത് നമുക്ക് സന്തോഷമായിട്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ബാഡ് കമൻറ്റ് വരുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കുള്ള സന്തോഷം കൂടെ പോകും. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇതിനെല്ലാം റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയം കാണത്തുള്ളൂ. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അവരിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഞാനിനിയും വീഡിയോസ് എടുക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ തന്നെ എടുത്തുള്ളൂ. അല്ലെ വീട്ടിലിരിക്കുന്ന എനിക്ക് വേറെ എന്താണ് വീഡിയോ ഇടാനുള്ളത്? ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളും ഞാൻ പുറത്തു പോകുന്ന കാര്യങ്ങളും ഒക്കെ എനിക്കിടാനുള്ളൂ. അല്ലാതെ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇത് തന്നെ ഇടും. കാണാൻ സൗകര്യമുള്ളവർ കാണുക, അല്ലാത്തവർ കാണണ്ട, അത്ര തന്നെ. അപ്പോൾ ഈ ക്ലീനിങ്ങൊക്കെ നടക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ കൂടെ ഓടിപ്പോകുന്ന ആ ഒരു കമൻറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞതും. അപ്പം തുടയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ മാറ്റുകളെല്ലാം എടുത്ത് കുടഞ്ഞെല്ലാം ഇട്ടിട്ട് പിന്നെ അവിടെ അങ്ങ് തുടയ്ക്കാമെന്ന് എഴുതിയത്. ആദ്യം അങ്ങ് തൂത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പൊടികളെല്ലാം അങ്ങ് പോകുമല്ലോ, പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ശ്രീമോനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, അവൻ ഉറക്കമായിരുന്നു. അവിടെ നിന്ന് അവൻ ഉണർന്ന് വന്ന് ഞാനവിടെ ആ സോഫയിൽ ഇരുത്തിയിട്ടുണ്ട്, അവിടെ ഇരിക്കുവാണ്. ആ സമയം കൊണ്ടാണ് ഞാനിതെല്ലാം പറക്കി ഒതുക്കി വെക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ട് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ എപ്പോഴും ആ ഒരു റാക്ക് ചെരുപ്പുകളെല്ലാം എടുത്ത് അടുക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെക്കും. അടുത്തൊരു ക്ലീനിങ്ങിനെന്നല്ല, അടുത്തൊരു ഇതിന് വരുമ്പോഴത്തേക്ക് അതിൽ ഒന്നും കാണത്തില്ല. എല്ലാം വാരി വലിച്ച് നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ചെയറിൻ്റെ കീഴിലോ ഇട്ടേക്കുവേ. അപ്പോൾ എന്നും എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത് പറക്കി ഒതുക്കി വെക്കുക. ലാസ്റ്റ് ഞാൻ പറയും, ഇതേ വല്ല ചാക്കിലും കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയും, നോക്കിക്കോ, നിങ്ങൾക്കൊന്നും ഇടാൻ കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ ഞാൻ അച്ഛൻ്റെയും മോൻ്റെ ഒക്കെ എടുത്ത് പറയും. എങ്കിലും നമ്മളെടുത്ത് തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുമ്പോൾ എല്ലാം എടുത്ത് വെക്കുവേ. അപ്പം ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതുകൊണ്ട് ഞാൻ വരച്ച് പോവുകയെന്ന്. അപ്പം വീഡിയോ ആണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണെങ്കിൽ അവിടെ കിടന്നവരെ ടൈ ആടുന്ന കാണുമ്പോൾ മനസ്സിലാവും അത് ഞാൻ എന്തുമാത്രം സ്പീഡ് കൂട്ടിയിട്ടായി വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. നല്ല സ്ലോയിൽ വരച്ചാണ് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ശ്രീമോനാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനെടുത്താലും കൊണ്ടിടും, പിന്നെ ആണെങ്കിൽ സ്കെച്ച് എടുത്ത് വെച്ച് തറയിലൊക്കെ വരയ്ക്കും. അപ്പോൾ അതൊക്കെ പോകാനെ കൊണ്ടാണ് ഞാൻ അത്രയും അമർത്തി തുടയ്ക്കുന്നത് കേട്ടോ. അപ്പം സിറ്റൗട്ട് തുടയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് നിന്ന് തന്നത്. അതപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ അങ്ങനെ നിന്നല്ലോ എന്നുള്ള കാര്യം തന്നെ ഓർത്തത് കേട്ടോ. ഈ വോയിസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തമ്പിലേയും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ആ ഫോട്ടോ എനിക്ക് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ തുടച്ച് തീരാറായിട്ടൊന്നുമില്ല. ഞാനാണെങ്കിൽ അമ്മച്ചി കിടക്കുന്നത് കൊണ്ട് അമ്മച്ചി കിടക്കുന്ന റൂമിൽ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അമ്മച്ചി കഴിവതും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കാനാണ് നോക്കുന്നത്. ഞാനതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അമ്മച്ചി പോയി റൂമിൽ കിടന്നതും. അല്ലെന്നുണ്ടെങ്കിൽ TV കണ്ടുകൊണ്ട് അവിടെ ഇരിക്കേണ്ടതാണ്. ഇതിപ്പം വീഡിയോ എടുക്കുമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുമായിരുന്നു എന്നൊക്കെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മച്ചി അങ്ങ് പോയി കിടന്നത് കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും 10 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പം വീഡിയോ ഇട്ടോ നമ്മൾ ചോദിച്ചിരിക്കുകയും ചെയ്യും. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും അമ്മച്ചിക്ക് കാണുകയും വേണം. എന്നെക്കാട്ടി ജാഗ്രതയിൽ എത്ര പേര് കണ്ടു, എത്ര പേര് കമൻ്റ് ഇട്ടു, എങ്ങനെയുണ്ട് വീഡിയോ, ഇതായിട്ട് പോകുന്നുണ്ടോ, സബ്സ്ക്രൈബേഴ്സ് കൂടിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം അമ്മച്ചി തിരക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്നെക്കാട്ടി ഇതായിട്ടാണ് അമ്മച്ചി തിരക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ കാര്യങ്ങൾ ഇത്ര ഇതായിട്ട് അമ്മച്ചി ശ്രദ്ധിക്കുകയോ എടുക്കുകയോ നോക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. 10 മണിയാകുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കും, ഇന്ന് ഇടാൻ വീഡിയോ ഒന്നും ഇല്ലായിരുന്നോ? ചില ദിവസങ്ങളിൽ വീഡിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തട്ടിക്കൂട്ട് വീഡിയോ എന്തെങ്കിലും ആയിരിക്കും, ഒരു പാട്ടിട്ട് ഞാനൊരു വീഡിയോ അങ്ങ് ഇടുവേ. അപ്പോൾ അമ്മച്ചി ചോദിക്കുകയും ചെയ്യും, ഇന്ന് വീഡിയോ ഒന്നും ഇല്ലായിരുന്നോ? ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലയോ എന്നൊക്കെ അമ്മച്ചി ചോദിക്കുവേ.
അങ്ങനെ ഞാനാണെങ്കിൽ തൂത്ത് എന്തുവായാലും അല്ല തുടച്ച് എന്തുവായാലും അടുക്കള വരെ വന്നിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് അങ്ങ് തുടച്ച് മാറും വെച്ചാൽ അടുക്കളയെന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളിൽ നമ്മൾ തുടയ്ക്കുന്നതാണ്. നമ്മൾ പാചകം ചെയ്യുമ്പോഴായാലും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെള്ളം പാത്രം കഴുകുമ്പോഴായാലും വീഴുന്ന ഉടനെ പെട്ടെന്ന് അങ്ങ് നമ്മൾ അവിടെ തുടച്ച് മാറ്റുന്നത് കൊണ്ടാണ് ഞാനിപ്പം ജസ്റ്റ് മാറ്റൊന്നും മാറ്റാതെ അങ്ങ് തുടച്ച് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ തുടയ്ക്കുന്നതാണ്. നമ്മൾ ആ നിൽക്കുന്ന ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വീഴുമ്പോൾ നമ്മൾ മാറ്റിയും കഴുകും എടുത്ത് എന്നിട്ട് അവിടെ അങ്ങ് തുടച്ചിടുന്നത് കൊണ്ട് ഇപ്പം വലിയ അഴുക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് എടുത്ത് തുടയ്ക്കാതിരുന്നത്. അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ തുടച്ചതിന് ശേഷം ഞാനിനി ആ കതകും അടച്ച് ഇനി അകത്ത് പോയിരിക്കും. ശ്രീമോനാണെങ്കിൽ വയലൻ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സമയമായി ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയും സമയമുള്ളോ ക്ലീനിങ് എന്നുള്ളത്. ഇത്രയും സമയമൊന്നുമല്ല, ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ക്ലീനിങ്ങുകളാണ് ഇതെല്ലാം. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കേണ്ട എന്ന് കരുതി ഞാനത് സ്പീഡ് കൂട്ടിയിടുന്നതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ തുടച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ടാബും എടുത്തുകൊണ്ട് ഒരുത്തം പോയി നമ്മുടെ കട്ടളപ്പടിയെ ഇരിപ്പുണ്ട്. കുറച്ച് സമയം കൂടെ വൈകിയായിരുന്നു ഞാൻ ആ മുറ്റത്ത് പോയിരുന്നേനെ. അപ്പോൾ അതിനൊക്കെ വലിയ മിടുക്കനാണ്. കതക് തുറന്നിടാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. കതക് തുറന്നാൽ നോക്കിയിരിക്കും, അന്നേരം ചാടി വെളിയിലിറങ്ങും. മഴ പെയ്യുമ്പോഴാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി അവന് കതക് തുറന്നാൽ അവന് വെളിയിലിറങ്ങണം. എന്നുവെച്ചാൽ ബോളെന്നും പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. ബോൾ വെളിയിൽ കിടപ്പുണ്ട്, അവർക്ക് വൈകിട്ടൊക്കെ കളിക്കാനുള്ളത്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഒരു തക്കം കിട്ടി അവനങ്ങ് പോവും. അപ്പോൾ ഈ ഓരോ വീഡിയോസിൽ ഈ ശ്രീമോനെ ഞാൻ പിടിച്ച് മാറ്റുന്നത് കാണുമ്പോൾ ഈ സ്പീഡ് കൂട്ടി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവനെ പിടിച്ചെറിയുന്നത് പോലും പിടിച്ച് മാറ്റി വലിച്ചെറിയുന്നത് പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ചെയ്തത് പോലാണല്ലോ തോന്നുന്നതെന്നുള്ളത്. ഞാൻ അവനെ കയ്യെ പിടിച്ച് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. സ്പീഡ് കൂട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ വലിച്ചു മാറ്റുന്ന പോലെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഉണങ്ങിയത് കൊണ്ട് തന്നെ മാറ്റെല്ലാം എടുത്തിട്ടതിന് ശേഷം വന്ന് കൈ കഴുകുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എടുക്കണം. വെള്ളം എടുത്തുകൊണ്ട് പോയി കുറേ സമയം വിശ്രമിക്കണം. ഇത്രയും ജോലി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം എടുക്കാനായിട്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ പോയി വെള്ളവും എടുത്തുകൊണ്ട് നമ്മളിനി ഹാളിൽ പോയി TV ഒക്കെ കണ്ട് കുറേ സമയം ഇരിക്കും. എന്നിട്ട് ശ്രീമോൻ ഉറങ്ങിയതിന് ശേഷം വേണം എനിക്കിനി കുളിക്കാൻ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.